ആന്റണി രാജു MLA-യുടെ 3 വർഷത്തെ തടവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തില്ല. ഇന്ന് സുപ്രീം കോടതി അത് തള്ളി. ലോവർ കോർട്ടിലോട്ട് പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞു. കേരള കോൺഗ്രസ് നേതാവായിരുന്ന ആന്റണി രാജു MLA പിന്നെ ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടാക്കി തിരുവനന്തപുരത്ത് MLA ആയി മത്സരിച്ചു. ആന്റണി രാജു മന്ത്രിയായി. പക്ഷേ ഈ കേസ് കോടതിയിൽ 1990 മുതൽ നിലനിൽക്കുകയാണ്. 1990 ഏപ്രിൽ 4-ന് ട്രിവാൻഡ്രം ബോംബെ പോകാനായിട്ട് വിമാനത്താവളത്തിൽ എത്തിയ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവഡോർ സെർവാലിയുടെ അടിവസ്ത്രത്തിൽ പൊതിഞ്ഞ ലഹരിമരുന്ന് അന്ന് കണ്ടെടുത്തു. ഈ കേസിനകത്ത് തൊണ്ടി മുതൽ കോടതിയിലെത്തി ലഹരിമരുന്നാണെന്ന് തെളിയിച്ചു. 10 വർഷത്തെ ശിക്ഷ ആൻഡ്രൂ സാൽവഡോറിന് ലഭിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് അതിന് അപ്പീൽ ഹൈക്കോടതിയിൽ ആ അടിവസ്ത്രം ചെറുതാണ്, കൊച്ചു കുട്ടികൾ ഉപയോഗിക്കുന്നതാണ്, പോലീസ് ഇതിനകത്ത് കള്ളത്തരം കാണിച്ചു എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്ത് ആൻഡ്രൂ സാൽവഡോറിനെ ആ കേസിൽ നിന്ന് രക്ഷിച്ച് വിട്ടു ആന്റണി രാജു MLA. പക്ഷേ അയാൾ ഓസ്ട്രേലിയയിൽ മടങ്ങിയെത്തിയ ശേഷം അയാളെ വീണ്ടും ഒരു കേസിലേക്ക് കുറ്റവാളിയായ അയാളെ ജയിലിൽ ഇടുകയും ആ സമയത്ത് തൻ്റെ സഹതടവുകാരോട് വീമ്പിളക്കി താൻ ഇന്ത്യയിൽ വെച്ച് തനിക്ക് ലഹരിമരുന്ന് കേസിൽ പിടിവീണെന്നും അതിനകത്ത് 10 വർഷം ശിക്ഷ ലഭിച്ചെന്നും തൻ്റെ അണ്ടർവെയർ ചെറുതാക്കി സംഘടിപ്പിച്ചു കോടതിയിൽ നിന്ന് തൊണ്ടി മുതൽ ഹൈക്കോടതി കണ്ടപ്പം പോലീസിനെതിരായി രൂക്ഷമായ വിമർശനം ഉണ്ടാകുകയും 10 വർഷത്തെ തടവ് ശിക്ഷയിൽ നിന്ന് അയാളെ മോചിപ്പിക്കുകയും ചെയ്തു. ആ വിധം ഉള്ള അയാളുടെ കൺവെർഷൻ പോലെ സഹതടവുകാരുടെ അടുത്ത് ഓസ്ട്രേലിയയിൽ പറയുകയും ഓസ്ട്രേലിയയിൽ അത് ഇൻ്റർനാഷണൽ പോലീസിന് ആ വിവരം കൈമാറ്റം ചെയ്യുകയും ചെയ്തു. അത് ഇന്ത്യയിലെ ആ വിവരം CBIക്ക് എത്തി. അതിവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അത് കൈമാറ്റം ചെയ്യുകയും ചെയ്തു. ഇങ്ങനെയുള്ള ആ സംഭവത്തെപ്പറ്റി വീണ്ടും അന്വേഷണം തുടങ്ങി. KK ജയമോഹൻ എന്ന് പറഞ്ഞ ഒരു SP, അദ്ദേഹം IPS ഒക്കെ കിട്ടിയ വ്യക്തിയാണ്. അദ്ദേഹം ആ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കൊടുക്കുകയും ചെയ്തു. 1990 ഏപ്രിൽ 4-നുണ്ടായ സംഭവമാണ്. തുടർച്ചയായ ശേഷം ഇപ്പോൾ ഏകദേശം 36 വർഷം ആ കേസ് പ്രൊലോങ് ചെയ്ത് നീട്ടിക്കൊണ്ടുപോയി. ഏതായാലും KK ജയമോഹൻ്റെ ഒരു ശ്രമഫലമായി ആ കേസിൻ്റെ വിധി വന്നു. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നെടുമങ്ങാട് ഒന്നാം പ്രതിയായ ജോസിനെയും തൊണ്ടി ക്ലാർക്ക് KS ജോസിനെയും രണ്ടാം പ്രതിയായ ആന്റണി രാജുവിനെയും 3 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. അതിന് 30 ദിവസത്തെ സാവകാശം കൊടുത്തു. തടവ് ശിക്ഷ അനുഭവിക്കുന്നതിൽ ആ സമയത്ത് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ അപ്പീൽ കൊടുത്തു തടവ് ശിക്ഷ സ്റ്റേ സംഘടിപ്പിക്കാൻ. അത് നടന്നില്ല. പിന്നീട് ഹൈക്കോടതി പോയി. ഏതായാലും ഹൈക്കോടതി അപ്പീൽ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ രക്ഷയില്ല എന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു നേരെ സുപ്രീം കോടതി പോയി ഈ കൺവിഷൻ സ്റ്റേ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ചെയ്താൽ അദ്ദേഹത്തിന് MLA ആയിട്ട് വീണ്ടും മത്സരിക്കാം. 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷയുണ്ടെങ്കിൽ MLA ആയിട്ട് മത്സരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സുപ്രീം കോടതി പോയി നോക്കി, അത് നടന്നില്ല. സുപ്രീം കോടതി അത് തള്ളി. ഇനി താഴത്തെ കോടതിയിൽ കേരള ഹൈക്കോടതിയിൽ വരും. ഇതിനകത്ത് ഒരു മോചനം ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത്ര നല്ല എവിഡൻസ് ഉണ്ട്. കോടതിയെ പറ്റിച്ചിട്ടാണ് അങ്ങനെ 10 വർഷം ശിക്ഷിച്ച ആളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി അയച്ചത് എന്ന് കോടതിക്ക് അറിയാം. അതുതന്നെയല്ല, തൊണ്ടി ക്ലാർക്ക് KS ജോസും കൂടെ ചേർന്ന് ഈ തൊണ്ടി മുതൽ കുറേ ദിവസം കോടതിയിൽ നിന്ന് തൊണ്ടി ക്ലാർക്കിൽ നിന്ന് വാങ്ങിച്ച് കൈവശം വെച്ചിരുന്നു ആന്റണി രാജു. അതിനുശേഷം ഇത് ചെറുതാക്കി വീണ്ടും കോടതി കൊടുത്തു എന്നുള്ളതാണ് ആ കേസിൻ്റെ പ്രത്യേകത. അങ്ങനെ വന്നപ്പോഴാണ് ആ 10 വർഷ ശിക്ഷ ഹൈക്കോടതി കുറവ് ചെയ്ത് കൊടുത്തത്. കാരണം അടിവസ്ത്രം കൊച്ചു കുട്ടികളുടെ അവർക്ക് പോലും ധരിക്കാൻ കഴിയില്ലാത്ത രീതിയിൽ അത്ര ചെറുതായതുകൊണ്ടാണ് അതിനകത്ത് എന്തോ മാനിപ്പുലേഷൻ ഉണ്ട് എന്ന് കരുതി ഹൈക്കോടതി അയാളെ ആൻഡ്രൂ സാൽവഡോറിനെ വെറുതെ വിട്ടത്. എന്തായാലും ഇപ്പോഴേ ഇത് തിരിഞ്ഞു കൊത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആന്റണി രാജുവിന് ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അത്ര ശക്തമായ എവിഡൻസ് കോടതിയിൽ
വന്നിട്ടുണ്ട് അനുരാജിനും KS ജോസിനും എതിരെ. അത് സുപ്രീം കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണ് സുപ്രീം കോടതി ആ അപേക്ഷ തള്ളിയത്. ആ കൺവിഷൻ സ്റ്റേ ചെയ്തില്ല. ഹൈക്കോടതി ഇനി അദ്ദേഹം ഫേസ് ചെയ്യണം. ഹൈക്കോടതിയിലെ ആ വാദഗതികളൊക്കെ നടന്നാലും ഈ കേസിൻ്റെ എവിഡൻസ് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കൺവിഷനിലേക്ക് തന്നെ പോകേണ്ടി വരും, ജയിലിലേക്ക് പോകേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.